ഇത് ഞാനിവിടെ നല്ലൊരു ചിക്കൻ ചൈനീസ് ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും മടി പിടിക്കുന്നത് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലില്ലാതെ വരുമ്പോഴൊക്കെയല്ലേ നമുക്ക് മടിയുണ്ടാകുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡല്ലേ ചൈനീസ് ഐറ്റംസ്. അന്നേരം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. അപ്പം ഇന്ന് ഞാൻ അത് ചൈനീസ് റൈസാണ്, ചിക്കൻ ചൈനീസ് ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചിക്കന് എല്ലൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ ചേർക്കാറില്ല. ഈ ചൈനീസുകാരങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ആവശ്യമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ആദ്യം അല്പം എരിവുള്ള മുളക് പൊടി ചേർത്തു. പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ സോയാ സോസ്. ഇതൊക്കെ നമുക്ക് മുകളിൽ അല്ലെങ്കിൽ കടകളിലൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. പിന്നെ കോൺഫ്ലവർ, മക്ക അല്ലെങ്കിൽ ചോളത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും സമയം എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. വല്ലപ്പോഴൊക്കെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, നിങ്ങൾക്കും കഴിക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ ഒരു 15 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് പാനിലേക്ക്. ഇതിലേക്ക് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച് ചിക്കൻ വറുത്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. തെറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും, അതൊക്കെ തിരുത്തുവാൻ സഹായിക്കുമെന്ന് അഭിപ്രായം അറിയിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതെല്ലാം ഇനിയൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിത് കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലവണ്ണം ഫ്രൈ ആയിട്ടില്ല, കുറച്ചുകൂടി സമയമെടുക്കും. നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഈ ചൈനീസുകാർ ഒരിക്കലും മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചൈനീസിന് അധികം എരിവ് വേണ്ടല്ലോ, ഇല്ലാതെയല്ലേ അവരൊക്കെ കഴിക്കണേ. പിന്നെ നമുക്ക് എന്താണെന്നാലും ഒരു ഇച്ചിരി എരിവ് വേണമല്ലോ, അതിനുവേണ്ടി ഒരു ശകലം മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ അരി വേവിക്കാനായിട്ട്, ചോറ് തയ്യാറാക്കാനായിട്ട് വെള്ളം വെച്ചിരുന്നു. അത് തിളച്ചു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ശകലം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ കറി വെക്കുന്ന എണ്ണ, സൺഫ്ലവർ ഓയിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണ ചേർത്താൽ അതിൻ്റെ സ്മെല്ല് വരും, അതിൻ്റെ ടേസ്റ്റും വരും. ഇന്ന് നമ്മുടെ കയ്യിലുള്ള കറിയെണ്ണയാണ് ചേർക്കുക, അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ എണ്ണയുടെ സ്ഥാനത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ചേർത്ത് കൊടുത്തത്. ഇത് നമ്മൾ ബിരിയാണി വെക്കുന്ന റൈസ് അല്ലെങ്കിൽ ചൈനീസ് റൈസൊക്കെ ഇവിടെ കിട്ടും. ഇത് ഞാൻ ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരി ഒരു സൈഡിൽ വേവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാ കടകളിലും കിട്ടും, മോളുകളിലും അല്ലാത്ത കടകളിലും ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിക്കനെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിടത്തേക്ക് അരി നമുക്ക് നോക്കാം. അരി ഒരു 80-90% മാത്രം വെന്താൽ മതി. പിന്നെ ബാക്കി നമുക്ക് പിന്നെ അത് തയ്യാറാക്കുമ്പം വെന്തോളും, അത് തനിയെ വെന്തോളും. അരി ഒട്ടും കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ഒന്നിലൊന്ന് തൊടാതെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രമിക്കണം. 80-90%, 90 വേണ്ട, 80-85. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട
പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട എടുത്ത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒട്ടുമേ ഉപയോഗിക്കുന്നില്ല ഈ ഒരു ചൈനീസ് റൈസിന്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ആ ചിക്കൻ കോരിയ ആ എണ്ണയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൂടല്ല അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് സ്ക്രാമ്പിൾഡ് ആക്കി എടുക്കണം. വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ ചൈനീസൊക്കെ തയ്യാറാക്കി നോക്കുക. ഇതൊന്ന് ഈ രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കണം. ബിരിയാണി തയ്യാറാക്കുന്ന അത്രയും ടൈം എടുക്കത്തില്ല. നമ്മളിത് തയ്യാറാക്കാൻ ഇതിന് കുറച്ച് ടൈം മതി. ബിരിയാണിക്ക് കുറച്ചുകൂടി സമയം വേണം, പക്ഷേ ഇതിന് അത്രയും സമയം വേണ്ട. നമ്മൾ ആ ചിക്കൻ വറുത്തെടുക്കുന്ന സമയം മാത്രമേ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് പോകത്തുള്ളൂ. ഞാൻ അതൊന്ന് മാറ്റി വെച്ച് മുട്ട തയ്യാറാക്കി ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ എണ്ണ കുറച്ച് മാറ്റി വെച്ചിരുന്നു. ആ എണ്ണ തന്നെ ഞാൻ തിരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് വെളുത്തുള്ളി ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൽ ചൈനീസ് റൈസ് എന്ന് പറയുമ്പോൾ ചൈനീസ് ഐറ്റംസ് പറയുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി മെയിനാണ്. അന്നേരം അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഒന്ന് എണ്ണയിലിട്ട് കൊടുക്കുക. അത് ഒരിക്കലും കരിഞ്ഞു പോകരുത്, മൂത്തും പോകരുത്. അതിനുശേഷം സവാള ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇതും ഒരിക്കലും മൂത്ത് പോകരുത്. നല്ല സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പരുവാകും. ഫ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും ഈ ചൈനീസിൻ്റെ. അതുകൊണ്ട് നമുക്ക് ഈ 2 ഉള്ളിയും വെളുത്തുള്ളിയും സവാള ഉള്ളിയും ഒരിക്കലും ഫ്രൈ ആയി പോകാൻ പാടില്ല. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സോഫ്റ്റായി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. മീൻസ് ഇഷ്ടമുള്ള ചേരുവകൾ. ഞാനിവിടെ ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആകണ്ട. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റോടെ ഈ നീളത്തിലരിഞ്ഞാണ് ചേർത്തത്. എൻ്റെ കയ്യിൽ ഉള്ളിയുടെ തണ്ടില്ലായിരുന്നു. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേർത്തേനായിരുന്നു. അതിപ്പം മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടില്ല. തണുപ്പൊക്കെ ആയി തുടങ്ങിയതേ ഉള്ളൂ. ഇനി കിട്ടും, പക്ഷേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബീൻസ് ചേർത്തു, ക്യാരറ്റ് ചേർത്തു. പിന്നെ ഇനി നമുക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കം, സിംല മിർച്ചി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ക്യാപ്സിക്കം, നാട്ടിൽ ഇതിന് ക്യാപ്സിക്കം എന്നാണ് തോന്നുന്നു പറയുന്നത്. അത് ഇവിടെ ഞങ്ങൾക്ക് ഗ്രീൻ കളറിൻ്റെ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ റെഡ് കളർ യെല്ലോ കളർ കിട്ടുവാണെങ്കിൽ അതുകൂടെ ചേർക്കാം. അത് നല്ല കളർഫുള്ളായിട്ട് കിടക്കും. അത് എനിക്ക് ഇവിടെ കിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു കളറുള്ള ഗ്രീൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ചു വെച്ചു. നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർക്കാറില്ല കേട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റെഡ് ചില്ലി സോസ് ചേർത്തു. നമുക്ക് ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം, പക്ഷേ അതെൻ്റെ പക്കലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോസ്. അതിനുശേഷം ഷെസ്വാൻ ചട്നിയൊക്കെ നമുക്ക് കിട്ടും, മോളിലൊക്കെ കിട്ടും. കടകളിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, മോളിൽ കിട്ടും. അതും ഞാൻ ചേർത്ത് കൊടുത്തു. ഈ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ നല്ല പുളിയുള്ളതായതുകൊണ്ട് അധികം ചേർക്കാതിരിക്കുക, അധികം പുളിയായിപ്പോവും. ഇനി നമുക്ക് വിനാഗിരി ചേർക്കണം. വിനാഗിരി പുളിയല്ലേ, അതുകൊണ്ട് ഒത്തിരി അധികം ചേർക്കാതെ നമുക്ക്
ഒരു കണക്കിനനുസരിച്ച് മാത്രം ചേർക്കുക. നിങ്ങൾ എടുക്കുന്ന അരിയുടെ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 1 കിലോ അരിയുടെ റൈസാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ചെറിയ തീ വെച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ചിക്കനകത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചോറ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് കുറേശ്ശെ ചേർത്ത് ഇളക്കാം. ഈ ഒരു പാനിനകത്ത് ഇത്രയും ഒന്നിച്ചിട്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിത് കുറേശ്ശെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ തയ്യാറാക്കിയപ്പോൾ കുറച്ച് ഏറെ അങ്ങ് തയ്യാറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 2 ഗ്ലാസിൻ്റെയൊക്കെ തയ്യാറാക്കാം. പക്ഷേ കുട്ടികളുള്ളിടത്താണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് കുറച്ച് ഏറെ തയ്യാറാക്കി 1 കിലോയുടെ തയ്യാറാക്കി. എന്നൊന്നും തയ്യാറാക്കുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. അന്നേരം കുറച്ച് ഏറെ അങ്ങ് തയ്യാറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 1 കിലോ അരിയുടെ ചോറാണ്. അന്നേരം അതുകൊണ്ട് എനിക്ക് ഇളക്കാൻ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറേശ്ശെയിട്ട് ഇളക്കി കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വലിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നല്ല ഫ്രൈ ആയി കിട്ടും. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അത്രയും ടേസ്റ്റ് വരത്തില്ല, അത്രയും ഫ്രൈ ആവത്തില്ല ഒരിക്കലും. ഞാൻ ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. ഈ സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കാതെ തന്നെ കുറച്ചതായിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. ചൈനീസ് റൈസ് എപ്പോൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ അത് ചീനച്ചട്ടിയിൽ തയ്യാറാക്കണം, വലിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ. അത് സൂപ്പറാണ്. ഞാനിതൊന്ന് ആവി കയറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചു. നമുക്ക് ചീനച്ചട്ടി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നല്ല തീ കൊടുത്തിട്ട് നല്ല സ്റ്റൗവിലൊക്കെ വെച്ച് നല്ല തീ കൊടുത്ത് പെട്ടെന്ന് നമുക്ക് ചൈനീസുകാർ തയ്യാറാക്കുന്ന പോലെ തന്നെ, വെളിയിൽ മാർക്കറ്റിൽ അവരൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കാൻ പറ്റും. പക്ഷേ പാത്രം ശരിയല്ലാത്തത് കൊണ്ടാണ് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഇളക്കി നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ പപ്പടം, അച്ചാർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചേർത്ത് കഴിക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ക്യാബേജ് കൂടെ ചേർക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ കൂടെ ക്യാബേജ് ചേർത്ത് കഴിക്കാൻ, അതുകൊണ്ട് മാത്രമാണ് ഈ ക്യാബേജ് ചേർക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചിലർക്ക് ഇഷ്ടമാണ് ക്യാബേജ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കാൻ സമയത്ത് കുറച്ചിട്ട് കഴിച്ചാലും ഓക്കെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.